ചെല്ലമ്മേ, ഞാൻ അറിഞ്ഞത് നേരാണോടി? എന്താ നാ കങ്കാണി? ഉണ്ണുണ്ണി അങ്ങന്ന് നിന്നെ വെച്ചോണ്ടിരിക്കുകയാണെന്ന്. ജലപ്പാടത്തരം പറയുന്നു. ഞാനാ അയാളെ വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ മേയ്ക്കാൻ എനിക്ക് രാണ്ടന വേണ്ടേ? ഞങ്ങൾ എന്താടി രാത്രി നിന്റെ ചെറ്റ വിളിക്കാൻ വരുന്നുണ്ടോ? വന്ന് നോക്ക്, അപ്പൊ കാണാം. അപ്പോഴേ ചെല്ലമ്മേ, ആരാ ചെന്നിട്ട് എവനങ്ങോട്ട് ഏക്കുന്നില്ലല്ലോടി? ഇതേ ഗവൺമെന്റ് ചാരായവ, വകുപ്പനുസരിച്ചേ ഏക്കത്തുള്ളൂ. ഏപ്പിക്കാൻ എന്തെങ്കിലും ഒരു വേല കണ്ടുപിടിക്കണമല്ലോടി. വേലയൊക്കെ എനിക്കറിയാം, പക്ഷെ പ്രയോഗിച്ച കണ്ണു പോകും. അയ്യോ എന്റെ പൊന്നു ചെല്ലമ്മേ, തന്തതി ഏറ്റു പോകുന്ന പണി കാണിക്കല്ലേ. ചെല്ലമ്മേ, ആരെയും എടുത്ത് മുന്നേ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് കേട്ടല്ലോടാ? ആ, പിരിച്ചുവിട്ടു. എടാ, മുതലാളിമാരോടൊന്നും പിണങ്ങാൻ പോകരുത്. നീലിമല തോട്ടത്തിൽ 20 വർഷമായിട്ട് ഞാൻ കങ്കാണിയാ. എന്റെ മുതലാളി എന്ന് പറഞ്ഞ എനിക്ക് ദൈവമാ. അത് താനൊരു നാറിയായിട്ടാ. എന്റെ കണ്ണി എല്ലാരും മനുഷ്യരാ. നേതാവ് അകത്തേക്ക് ഇരുന്നാട്ടെ. എനിക്ക് ചെല്ലമേ, പി സാറെ ഒന്ന് പ്രത്യേകം ഗവനിക്കണം. വേറെ എല്ലാവരും ഉണ്ടല്ലോ. അങ്ങും ഇവിടെ താമസമാക്കിയ പിന്നെ ഈ ഷാപ്പിലൊരു വർക്കത്തുണ്ട്. ചെല്ലമ്മേ, ഇവിടെ കറി വെക്കാൻ നിന്നിരുന്നവന് കോമ്പൻസേഷൻ കൊടുക്കാതെ പിരിച്ചുവിട്ടതായി യൂണിയനിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. അവൻ എന്നെ മുട്ടാനും ഉരുമാനും വന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? സംഗതി എന്താണെങ്കിലും പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നാളെ വാതൊക്കെ കൊടി വരും. അതേന്ന് ഒരു 200 രൂപ തന്നാ മതി. പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ഒരു പോക്ക് പോകെ തന്നേക്കാം. ആളുവില കല്ലുവിലയെന്നല്ലേ പറയുന്നു. അടുത്ത വർഷം ചെല്ലമേ കൊണ്ട് ഞാൻ ഹോൾസെയിൽ പിടിക്കും. ഇന്ന് തിന്നാനൊന്നുമില്ല ചെല്ലമ്മേ. അപ്പ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം 8 മണിയായപ്പോ തീർന്നു. കേട്ടോടാ നാരായണ, ഞാൻ പല ഷാപ്പിൽ നിന്നും വെള്ളയപ്പം തിന്നിട്ടുണ്ട്. പക്ഷെ ഈ ചെല്ലമ്മയുടെ അപ്പത്തിന്റെ രുചിയുണ്ടല്ലോ, അതൊന്നും വേറെയാ. ഓഹോ, വാസുവിന് ഒരര തരട്ടെ? 2 അരഞ്ഞെടുക്ക്. ആ, ഇന്ന് കൈമണി അടിച്ചതിന് കാര്യമായിട്ട് കിട്ടിക്കാണും. ആ, എനിക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അര തനിക്കും മേടിച്ചു തരട്ടെ? നിന്റെ ഓശാരം എന്റെ പട്ടിക്കും വേണ്ടടാ. അത് പറ്റിയല്ല. കാലത്തെ എനിക്ക് തന്നതെങ്കിലും തിരിച്ചു തരട്ടെ. അകത്താക്കും. നിങ്ങൾ രണ്ടുപേരും എന്റെ യൂണിയൻ നേട്ടങ്ങളാണ്. ഷാപ്പ് കിടന്ന് അടിയുണ്ടായാൽ നമ്മുടെ യൂണിയൻ ആലോചിക്കണം. വർഗബോധം വേണ്ടായോ? നിന്നെ കണ്ടോളാം. അച്ഛനിപ്പോ ഈ വളം മേടിക്കാൻ എവിടുന്നാ കാശ്? അത് അച്ഛനൊരാളുടെ കടം വാങ്ങിയതാണ്. ആരോട്? അതെന്തിനാ മോൾ അറിയുന്നത്? എന്തിനാ അച്ഛാ കള്ളം പറയുന്നത്? ഇത് മുതലാളി വാങ്ങി തന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? നമ്മൾ മുതലാളി ജോലിക്കാരല്ലേ? അപ്പോ മറ്റു ജോലിക്കാർക്ക് എന്താ മുതലാളി മേടിച്ചു കൊടുക്കാത്തത്? അച്ഛാ, മുതലാളി എന്നെ വിലയ്ക്ക് മേടിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ വള എനിക്ക് വേണ്ട. ആ, എന്താ പോയി നന്നായി? അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു തന്നെന്ന് താൻ അവളോട് പറഞ്ഞു? ഇല്ല. പിന്നെ അവളത് ഞാൻ മനസ്സിലാക്കി. ഇത് മേടിക്കാനുള്ള പണം ഇപ്പോഴെന്റെ കയ്യിലെന്ന് അവൾക്കറിയാം. എന്ത് മേടിച്ചു കൊടുത്താടോ അവളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത്? ഇപ്പം ഞാൻ എന്തു പറയാന്? ഞാൻ പോയിക്കോ, അവളോട് ഞാൻ സംസാരിച്ചോളാം. ശരി. ഏതാടോ വള? അത് തന്റെ മൂക്ക് കൊടുക്കാൻ മുതലാളി വാങ്ങിച്ച് തന്നതല്ലേ? അയ്യോ അല്ലേ, അതൊരു പണയമാ കൊച്ചമ്മേ. സ്വർണ്ണപ്പണയമോ അതോ പെൺപണയമോ? തനിക്ക് ഇത്രയും പ്രായമായില്ലേ? നാണമില്ലല്ലോടോ തനിക്ക് ഇനി ഇത് വെച്ച് നടത്താൻ? എടി, ഞാൻ സത്യമാ പറയുന്നത്. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചോളയാ. എനിക്ക് വേണ്ടി ഗോവിന്ദനാരാണ് വളം മേടിക്കുന്നത്? ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ തത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. എവിടെ നോക്കട്ടെ. ഇതാണോ എനിക്ക് വേണ്ടി വാങ്ങിച്ച വളം? അത് അളവെനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലമായിട്ട് എന്റെ കയ്യുടെ അളവ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാല്ലേ? പക്ഷേ കൊളന്തു കൊള്ളുന്ന കൊച്ചു പെൺപിള്ളേരുടെ കയ്യുടെ അളവ് നിങ്ങൾക്കറിയാം.
കൊടുത്തു. ആർക്കെന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തു. പക്ഷേ ഞാൻ വെറും പൊട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ വാസു വളരെ മര്യാദക്കാരനാണ്. അവനെ കൊണ്ട് രാധയെ കെട്ടിച്ചാൽ നമ്മുടെ വരുതിക്ക് നിൽക്കുകയും ചെയ്യും. അത് ശരിയാ. അവൻ നല്ല അനുസരണയുള്ളവനാ. പക്ഷെ പെണ്ണ് സമ്മതിക്കും. അത് ഞാൻ സമ്മതിപ്പിക്കാം. എന്നാൽ നമുക്കത് അങ്ങനെ തീരുമാനിക്കാം. എന്റെ കല്യാണം അച്ഛനും മുതലാളിയും കൂടെ തീരുമാനിച്ച പോരല്ലോ, ഞാനും കൂടെ സമ്മതിക്കണ്ടേ? നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ കഴുത്തിലല്ലേ താലി കെട്ടേണ്ടത്? നീ അമ്മയില്ലാത്തവളാണ്. അച്ഛനാണ് നിന്നെ വളർത്തിയത്. അച്ഛൻ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യും? അച്ഛനല്ല, ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല. ഈ വിവാഹം നടത്തണമെന്ന് നിന്റെ അച്ഛനേക്കാൾ നിർബന്ധം മുതലാളിക്കാണ്. മുതലാളിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആ മനുഷ്യൻ എന്നെ തലോടുകയും താലോലിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ മുതലാളിയുടെ ആർത്തിയുള്ള നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മുതലാളിയുടെ പിടിയിൽ നിന്ന് എന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ചേട്ടന്. അതിനുള്ള ധൈര്യം ചേട്ടനുണ്ടോ? നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ഏത് പരിതസ്ഥിതിയെയും നേരിടാനുള്ള തന്റെ ഇടം നിനക്കുണ്ടെങ്കിൽ, നീ എന്നോടൊപ്പം എന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. നിനക്ക് ഒരു വിധത്തിലും ചേരുന്നവനല്ല മുന്നി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നല്ലതും ചീത്തയൊക്കെ എനിക്കും അറിയാം. അതെ, മുന്നി ഒരു തെമ്മാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. നിന്നെ കാണാനല്ലേ അവൻ വീണ്ടും ഈ തോട്ടത്തിൽ കയറിയത്. അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? നീ എന്താ അവനോട് സംസാരിച്ചത്? എനിക്ക് മുന്നേറ്റനോട് ഇഷ്ടമായതുകൊണ്ട്. മുതലാളി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട. നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കൊടുത്തയച്ചൊന്നും നീ ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്കതിന് വിഷമവുമില്ല. നാളെ നിന്നൊരു നല്ല നിലയിൽ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. പക്ഷേ മുന്നിയുമായിട്ടുള്ള ബന്ധം നീ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഒറ്റയാണെന്ന് വിചാരിച്ചോ? ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ആന നമ്മളൊന്നും ചെയ്യില്ല. എന്താ പേര്? മാല. നിന്റെ കിളി എവിടെ? വീട്ടിലുണ്ട്. അതിന് എനിക്ക് തരുമോ? ഞാൻ തരില്ല. അങ്ങനെ പോയാലോടി പെണ്ണെ. കൊച്ചുമുതലാളിക്ക് എന്ത് വേണം? ഈ തത്തമ്മ ചുണ്ടുകൊണ്ടൊരു ചക്കരമുത്തം തരുമോ?